നമസ്കാരം. വൈ യുവർ പാസ്റ്റ് ഡസൻറ്റ് ഡിഫൈൻ യുവർ ഫ്യൂച്ചർ. നിന്റെ ഭൂതകാലം നിന്റെ വിധിയല്ല. നിന്റെ ഇന്നത്തെ തീരുമാനങ്ങളാണ് നിന്റെ ജീവിതം എങ്ങോട്ട് പോകണമെന്ന് നിശ്ചയിക്കുന്നത്. പലപ്പോഴും നമ്മൾ നമ്മുടെ പാസ്റ്റിൽ പെട്ടുകിടക്കുകയാണ്. ഈ പാസ്റ്റ് പലപ്പോഴും നല്ലതാകണമെന്നില്ല. ചിലത് നല്ലതാകാം, ചിലത് വേദനാജനകമാകാം. പക്ഷെ നമ്മൾ ആ വേദനയ്ക്കകത്ത് ഇപ്പോഴും പെട്ടുകിടക്കുകയാണ്. എന്നാൽ നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം നമ്മുടെ വിധിയല്ല. അത് വെച്ചായിരിക്കില്ല നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. നമ്മുടെ തെറ്റിദ്ധാരണ അവിടെയാണ് നമ്മൾ സ്റ്റക്കായിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ നാളുകളിലെ പരാജയം, നമ്മുടെ കഴിഞ്ഞ നാളുകളിലെ നഷ്ടം, കഴിഞ്ഞ നാളുകളിലെ വീഴ്ചകൾ, കഴിഞ്ഞ നാളുകളിലെ തകർച്ചകൾ, ഇവയെല്ലാം നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. നാം വിചാരിക്കുന്നത് അത് നമ്മുടെ വിധിയാണ്, അത് നമ്മൾ അനുഭവിച്ചേ തീരുകയുള്ളൂ. അവിടെ തെറ്റുപറ്റി. ആ വിധിയെ പൊളിച്ചെഴുതുക. നമ്മുടെ ഇന്നത്തെ തീരുമാനങ്ങളാണ് നമ്മുടെ നാളെയെ നിശ്ചയിക്കുന്നത്. ആ നാളെ നമ്മൾ ചിലപ്പോൾ പഴയതിനേക്കാൾ ശക്തിയായി തിരിച്ചു വന്നെന്ന് വരും. ജീവിതത്തിൽ എപ്പോഴും ഈ പഴയകാല സംഭവങ്ങളിൽ കുരുങ്ങിക്കിടന്ന് മനുഷ്യൻ അവൻ്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കഴിഞ്ഞ കാലത്തിലുള്ള പല പ്രശ്നങ്ങളും, പല പരാജയങ്ങളും, പല വിഷമങ്ങളും അവനെ ഇന്നും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ആ വേട്ടയാടലിൽ നിന്നും ചിലർ അതിനെയെല്ലാം മാറ്റിവെച്ച് മുന്നോട്ട് പിടിച്ചു കയറും. ചിലർ അതിൻ്റെ ഉള്ളിൽ പെട്ട് നിരാശരായി ജീവിതം കൊണ്ടുപോകും. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ജീവിതം കഴിഞ്ഞ കാല ജീവിതത്തിൽ കിടന്ന് ഇല്ലാതാകണമോ, അതോ ഇന്നത്തെ ദിവസം നമ്മുടെ തീരുമാനങ്ങൾ മാറ്റി ശരിയായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോയി നാളെ ഒരു നല്ല വിജയം കണ്ടെത്തണമെന്നാണ്. ചിലപ്പോൾ ചില വലിയ നഷ്ടങ്ങൾ നമ്മുടെ മനസ്സിനെ തകർത്ത് കളയാം. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ചെയ്ത ചില കാര്യങ്ങൾ നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കാം. അവയൊക്കെ മാറ്റിവെക്കുക. ജീവിതത്തിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആത്മാർത്ഥതയുള്ളവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഇരട്ടി തിരിച്ചു പിടിക്കുവാൻ കഴിയും. കാരണം പല സംഭവങ്ങളിലും അത് നമ്മൾ കാണാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പോയ തകർച്ചകളിൽ തളരാതെ നിന്നാൽ നമുക്ക് ദൈവം അത് തിരിച്ചു കൊണ്ടുതരും, അല്ലെങ്കിൽ പ്രപഞ്ചം അത് തിരിച്ചു കൊണ്ടുതരും. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ പ്രയാസങ്ങളിൽ, കഴിഞ്ഞകാല പരാജയങ്ങളിൽ, കഴിഞ്ഞകാല നഷ്ടങ്ങളിൽ തകർന്നിരിക്കാതെ ഇന്നത്തെ ദിവസം ചെയ്യാനുള്ള കാര്യങ്ങൾ ഭംഗിയായി ചെയ്ത് മുന്നോട്ട് കുതിക്കുക. നിങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലും പാസ്റ്റിനെ മറക്കുക. അതിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിതത്തിൽ ഒരു ഫ്യൂച്ചറിന് വേണ്ടി നന്നായി പ്രവർത്തിക്കുക. നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ നല്ല വിജയം കിട്ടുവാനും നല്ലൊരു ഫ്യൂച്ചർ കിട്ടുവാനും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങളും എന്നോടൊപ്പം കാണുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ നിങ്ങളുടെ ഡോക്ടർ ഡഗ്ലസ് കെ. വീണ്ടും ഒരു മനഃശാസ്ത്ര യാത്രയിലൂടെ നമുക്ക് കാണാം. താങ്ക് യു.